കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിനെ നടുക്കിയ ഒന്നായിരുന്നു മുണ്ടത്തിക്കോട് പടക്കപ്പുരയിലുണ്ടായ മഹാദുരന്തം. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിന് പകിട്ടേകാൻ വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്നതിനിടയിലുണ്ടായ ഈ സ്ഫോടനം നാടിനെ ആകെ നടുക്കത്തിലാഴ്ത്തി. 13 ജീവനുകൾ പൊലിഞ്ഞ ഈ സംഭവത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകളും ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനം ദുരന്തബാധിതർക്ക് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ടെങ്കിലും ഈ മുറിവുണങ്ങാൻ കാലമേറെ വേണ്ടിവരും. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളിൽ ഒന്നായ തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. പൂരപ്രേമികളുടെ ആവേശം വാനോളം ഉയർത്തുന്ന വെടിക്കെട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷാ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ സ്ഫോടനം. ജനവാസ മേഖലയിൽ നിന്നും മാറി ആളൊഴിഞ്ഞ പറമ്പിൽ താൽക്കാലികമായി നിർമ്മിച്ച പടക്കപ്പുരയായതിനാൽ വലിയൊരു ജനക്കൂട്ടത്തെ അപകടം ബാധിച്ചില്ല എന്നത് മാത്രമാണ് ഇതിലെ ഏക ആശ്വാസം. എങ്കിലും നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ആ ആനുകൂല്യം ലഭിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ സ്ഫോടന ശബ്ദം കിലോമീറ്ററുകളോളം ദൂരത്തിൽ കേൾക്കാമായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുകയും നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. സാധാരണ അപകടങ്ങൾക്കപ്പുറം ഇതിനെ ഒരു സവിശേഷ ദുരന്തമായി കണ്ടത് വഴി കൂടുതൽ സാങ്കേതികവും സാമ്പത്തികമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു. മന്ത്രി കെ രാജൻ അറിയിച്ചതുപോലെ സർക്കാർ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും സഹായിക്കുക എന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വെടിക്കെട്ട് അപകടങ്ങളുടെ കാരണങ്ങൾ പലപ്പോഴും അവ്യക്തമായി തുടരാറാണ് പതിവ്. എന്നാൽ മുണ്ടത്തിക്കോടിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി കണ്ടെത്താൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പടക്കപ്പുരയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? നിർമ്മാണത്തിനിടെ ഉണ്ടായ അശ്രദ്ധയാണോ അതോ രാസവസ്തുക്കളുടെ അമിതമായ സാന്നിധ്യമാണോ സ്ഫോടനത്തിന് കാരണമായതെന്ന് കമ്മീഷൻ പരിശോധിക്കും. ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നതിലൂടെ നിഷ്പക്ഷമായ റിപ്പോർട്ട് ലഭിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം അവർക്ക് സാമ്പത്തികമായി താങ്ങാവാനും സർക്കാർ തീരുമാനിച്ചു. മരിച്ചവരുടെ ഓരോ കുടുംബത്തിനും 14 ലക്ഷം രൂപ വീതം നൽകാൻ തീരുമാനമായി. ഇതിൽ 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ നൽകും. തൃശൂർ മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ തന്നെ വഹിക്കുമെന്നും മന്ത്രിസഭാ യോഗം വ്യക്തമാക്കി. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശിഥിലമായിരുന്നു. 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് പൂർണ്ണ രൂപത്തിൽ കണ്ടെത്താനായത്. ബാക്കിയുള്ളവരെ തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. 30ഓളം ശരീരഭാഗങ്ങളാണ് സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ചത്. ഇവ ആരുടേതാണെന്ന് ഉറപ്പുവരുത്താൻ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ 7 അംഗ വിദഗ്ധ സംഘം തൃശൂരിലെത്തി പരിശോധനകൾ ആരംഭിച്ചു. സുദർശനൻ, മണികണ്ഠൻ, വാസുദേവൻ, സുവിൻ, മണികണ്ഠൻ, ബിജീഷ്, സുബ്രഹ്മണ്യൻ എന്നിവരെയാണ് പ്രാഥമികമായി തിരിച്ചറിഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ 13 പേരിൽ പലരും ഗുരുതര അവസ്ഥയിലാണ്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ മികച്ച ഡോക്ടർമാരുടെ സംഘം ഇവർക്കായി പ്രത്യേക ചികിത്സ നൽകി വരുന്നു. പൊള്ളലേറ്റവർക്ക് നൽകേണ്ട വിദഗ്ധ പരിചരണം ഉറപ്പാക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ യാതൊരു സുരക്ഷാ ഉപകരണങ്ങളും ഇല്ലാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയത്. പുകയും തീയും വകവയ്ക്കാതെ അവർ നടത്തിയ ഇടപെടലുകളാണ് മരണസംഖ്യ ഇനിയും ഉയരാതെ തടഞ്ഞതും. നാട്ടുകാരുടെ ഈ സേവനത്തെ ജില്ലാ ഭരണകൂടവും സർക്കാരും അഭിനന്ദിച്ചു. തൃശൂർ പൂരത്തിന്റെ പാരമ്പര്യത്തിൽ വെടിക്കെട്ടിന് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ മുണ്ടത്തിക്കോട് പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്യപ്പെടുകയാണ്. ലൈസൻസ് ഉള്ള സ്ഥലങ്ങൾ, രാസവസ്തുക്കളുടെ മിശ്രിതം അളക്കൽ, തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും നിയമപരമായ കരുത്തും ഉണ്ടാകണം. മുണ്ടത്തിക്കോട് ദുരന്തം കേരളത്തിന് നൽകുന്ന പാഠവും വളരെ വലുതാണ്. വെടിക്കെട്ടിന്റെ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ പ്രഖ്യാപിച്ച 14 ലക്ഷം രൂപയോ ജുഡീഷ്യൽ അന്വേഷണമോ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമാകില്ലെങ്കിലും അത് തകർന്നുപോയ കുടുംബങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു കൈത്താങ്ങായി മാറും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഇത്തരം വീഴ്ചകൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള വഴിത്തിരിവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണീരോടെ അല്ലാതെ മുണ്ടത്തിക്കോടിനെ ഇനി ആർക്കും ഓർക്കാനാവില്ല. ഈ വിപത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം.